ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടില്ല ചെറിയൊരു ചൂരമീൻ്റെ ഒരു തലൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി കേട്ടോ. വലിയൊരു റെസിപ്പിയാണ് എന്നിട്ട് പറയാനും അല്ല, എന്നാൽ ഒരു കുഞ്ഞൊരു ചൂരമീൻ്റെ തല കിട്ടിയപ്പോൾ അതിൻ്റെ ആ താഴെ ഭാഗം ഒരു 3 പീസ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അത് കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അത് മസാല വരക്കി വെച്ചിട്ടോ. അങ്ങനെ മസാല വരക്കി വെച്ചിട്ട് അതിൻ്റെ ആ മണ്ട ഉണ്ടല്ലോ, മണ്ട ഒന്ന് കുട്ടികൾക്ക് മുളക് ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് അപ്പോൾ ആ മുളക് ഇട്ടപ്പോൾ ഒന്ന് ആ ചൂരമീൻ്റെ തല ഒന്ന് മുളക് ഇട്ടപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചിട്ടോ, അത്രയ്ക്കേ ഉള്ളൂ. വലിയൊരു റെസിപ്പി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അങ്ങനെ പിന്നെ ചട്ടി വെച്ചോ, വെളിച്ചെണ്ണ ഒഴിച്ചോ, അതിലിച്ചിരി ഇതിട്ട് കൊടുത്തിട്ടോ, ഉലുവ പൊട്ടിച്ചിട്ട്. എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ, എന്നാൽ ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. പിന്നെ ആ വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിയതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റെടുക്കട്ടെ. അധികം ഗ്രേവി ഉണ്ടാകാൻ പാടില്ല. അപ്പം നോക്കുമ്പോൾ ഇതിൽ എണ്ണയിലേക്ക് ഇട്ടപ്പോഴേ തക്കാളി മുറിച്ചപ്പോൾ അതിലൊരു കഷ്ണം തക്കാളി ബാക്കിയാണ്. അപ്പോൾ അതെടുത്തിട്ടൊരു പാത്രത്തിൽ കോരിയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പം എന്താക്കി നല്ലോണം അത് പേസ്റ്റ് ആവണം. ഇതിൽ കഷ്ണം ഉണ്ടായി തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ നല്ലൊന്ന് ഇതാവട്ടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നല്ലോണം ഒന്ന് വെന്ത് അടയുമല്ലോ. അപ്പോൾ എന്താക്കി പറഞ്ഞാൽ ആ മീൻ ഉണ്ടായിനല്ലോ, അപ്പോൾ അതാ 2-3 കഷ്ണം ഉള്ളത് ആ കട്ടാക്കി എടുത്തത് ആ മണ്ടഭാഗം മാത്രം മുളകിടാമെന്നും പറഞ്ഞിട്ട് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ കറി വെച്ചാലും മക്കൾ തിന്നാലും പൊരിച്ചാലും ഒന്നും കൂടി എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് അത് കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാം. പൊരിച്ചതുമായി ചാറുമായി അങ്ങനെ വിചാരിച്ചിട്ടോ. അങ്ങനെ എല്ലാം എന്താക്കിയാൽ കണ്ടം വെട്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് കല്ലുമ്മ വെച്ച് അപ്പോഴത്തേക്കിന് ഇതാ നല്ലോണം പേസ്റ്റ് ആയിന് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് വല്ലാതെ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരിച്ചിരി മുളകും പൊടിയും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി കേട്ടോ. അങ്ങനെ പിന്നെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ ലേശം മല്ലിപ്പൊടി. ഞാൻ ഏത് മീനിലേക്കായാലും ഇറച്ചിയിലേക്ക് പിന്നെ പൊതുവെ എല്ലാവരും ഇടുന്നതാണ്. ഏത് മീനിലേക്ക് ഈ ഇറച്ചി മീനിക്കുന്ന സാധനത്തേക്ക് ഒരിച്ചിരി മല്ലിപ്പൊടി ഇടൽ ഒരു രസം കേട്ടോ. എന്താണ് ഇറച്ചി എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി ലേശമെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ലേശം പുളി പിഴിഞ്ഞിട്ടുണ്ടായിന്. പുളി വെള്ളത്തിലിട്ടച്ച് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തു. വല്ലാണ്ട് ചാറ് ഒഴിച്ചു കൊടുത്ത് ആക്കണില്ല കേട്ടോ. ഒരു പെരങ്ങാക്കിയിട്ട് ഇടാൻ പറഞ്ഞിട്ട് ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയാണ്. അങ്ങനെ ഇതിനപ്പുറത്തേക്കിന് പിന്നെ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇത് ദോശക്കല്ലാണ് കേട്ടോ. ഈ ഒരു ചട്ടിയിൽ എൻ്റെ പൊന്നു മക്കളെ ദോശ ചുടാൻ പറ്റുന്നില്ല. തീ അധികമായാൽ അടി പിടിക്കുക, എന്നാൽ തീ കുറവായാൽ വേഗാദ്യം കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താക്കി മീൻ പൊരിക്കാൻ വേണ്ടി മീനൊക്കെ നല്ലോണം മറിച്ചിടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം നോക്ക് നല്ല തിളച്ച്. അപ്പോൾ ഉണ്ടായ ആ മണ്ടൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് എന്താക്കി പറഞ്ഞാൽ ചട്ടിക്ക് നല്ലോണം തിളച്ചിട്ടുണ്ടായിന് കേട്ടോ. ഗ്രേവി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടി ഉപ്പും പുളിയും പൊടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വലിയ റെസിപ്പി പറയാനൊന്നുമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ഒരു മണ്ട കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ. ഓരോരുത്തരും ഓരോരോ രീതിയിലാണല്ലോ ഉണ്ടാക്കൽ. ഞാൻ ഉണ്ടാക്കൽ ഇങ്ങനെ കേട്ടോ. അധികം ചാറുണ്ടാക്കരുത്. പിന്നെ ഈ ചൂരമീൻ്റെ തലയിൽ നല്ലോണം ഇറച്ചി ഉണ്ടാവുമല്ലോ, വലിയ ചൂരമീനൊക്കെ ആണെങ്കിൽ നല്ല ഇറച്ചി ഉണ്ടാവും. അപ്പം നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട്, ഉപ്പൊക്കെ നോക്കിയപ്പോൾ കേട്ടോ. അപ്പം പിന്നെ മീൻ എന്താക്കി വെന്ത് അതും മറിച്ചിട്ട് കൊടുത്ത് കറി. അപ്പം ദിവസം കരിവേപ്പില ഇട്ട് കൊടുത്ത്. കരിവേപ്പില ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക, എന്നാൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. ലാസ്റ്റ് ഇട്ട് അതിൻ്റെ ആ ഒരു പച്ചൻ്റെ ഒരു പച്ചച്ചോയ ഉണ്ടാവും. അതെന്താക്കിയാൽ നല്ല അധികം ചാറാക്കിയിട്ടേ ഇല്ല, ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ, പെരങ്ങാക്കിയിട്ടേ ഉള്ളൂ, നല്ല ചാറ് ആക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനിതിന് പച്ചരി ചോറാണ് വെച്ചത് കേട്ടോ. ചോറ് പുഴുങ്ങലരി ചോറ് വെച്ചിട്ടില്ല, പച്ചരി ചോറാണ് വെച്ചത്. ചോറ് വയ്ക്കുന്നതൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ മെഷീനിൽ തുണിയിട്ടിരുന്നു, അത് ആറിടാൻ പോയപ്പോഴത്തേന് കുട്ടികൾ ചോറ് വയ്ച്ചപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.